CMA ഒരു ചോദ്യം. നമ്മുടെ നാരായണൻ നായരും കൂട്ടരും കൈയടക്കി വെച്ച ലോ അക്കാദമി ഭൂമിയുടെ ശരിക്കുള്ള ഓണർ ആരാ? ഏതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ? നടരാജ പിള്ള. നടരാജൻ പിള്ള എങ്ങനെയാ ഏതോ പിള്ളയാവുന്നേ? അറിയോ നടരാജൻ പിള്ള ആരാണെന്ന്? മന്ത്രി, നിയമസഭാ സാമാജികൻ, പാർലമെന്റ് അംഗം, പ്രജാസഭാ മെമ്പർ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പർ, നിയമജ്ഞൻ, ചരിത്ര പണ്ഡിതൻ, ഭാഷാ പണ്ഡിതൻ, പത്രാധിപർ. അപ്പോ മുഖ്യമന്ത്രിക്ക് വലിയ പിടിയില്ലാത്ത ആ പിള്ള ഇത്രയൊക്കെ ആയിരുന്നു അല്ലേ? ഇല്ല, തീർന്നില്ല. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 6 പ്രധാനപ്പെട്ട ബില്ലുകൾ ആദ്യമായി അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. VS അച്യുതാനന്ദൻ മൂന്നാറിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് കണ്ണൻ ദേവൻ കമ്പനി കൈയടക്കിയ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമങ്ങൾ നടത്തിയതും ഇദ്ദേഹമായിരുന്നു. ഇനി കുറച്ചു കാലം മുമ്പുള്ള കഥയാണ്. നടരാജ പിള്ളയുടെ അച്ഛന്റെ കഥയാണിത്. പ്രൊഫസർ മനോമണിയം സുന്ദരം പിള്ള. മനോമണിയം എന്ന ഒറ്റ നാടകം കൊണ്ട് തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെട്ടിരുന്ന ആളാണ് പി സുന്ദരം പിള്ള. ആ നാടകം പിന്നെ സിനിമയായി. അതിലെ ഒരു ഗാനമാണ് തമിഴ്നാട്ടിൽ ദേശീയ ഗാനമായി അവർ ആദരിച്ചു പോരുന്നത്. ആള് മഹാപണ്ഡിതനാണ്, പേരെടുത്ത അധ്യാപകൻ, അതിസമ്പന്നൻ, 100 ഏക്കറിലേറെ ഭൂമി സ്വന്തമായുണ്ട്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ചെമ്പകരാമൻ പിള്ള, ശിവരാജയോഗി ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ പതിവ് സന്ദർശകരായിരുന്നു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച കന്യാകുമാരി യാത്രയ്ക്ക് സ്വാമി വിവേകാനന്ദൻ പോയത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നായിരുന്നു. സാക്ഷാൽ ചാൾസ് ഡാർവിനുമായി നിരന്തരം കത്തിടപാടുകൾ നടത്തിയിരുന്നു അദ്ദേഹം. ഇനി സഖാവ് പറഞ്ഞ ആ പിള്ളയിലേക്ക് തന്നെ തിരിച്ചു വരാം. അദ്ദേഹം ജനിച്ചത് കൊട്ടാരം പോലുള്ള ഹാർവിപുരം ബംഗ്ലാവിലാണ്. മരണം 17 സെന്റില് ഒരു ഓലപ്പുരയിൽ. എവിടെ പോയ ആ സ്വത്തുക്കൾ? അത് സർ CP കണ്ടുകെട്ടിയതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയും രാജാവിനെതിരെയും പട നയിച്ചു, അതായിരുന്നു കുറ്റം. അങ്ങനെ ഭൂമി പോയി. അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തിരുക്കൊച്ചി സർക്കാർ പറഞ്ഞു, രാജഭരണം പോയി, ഇനി ആ ഭൂമി നിനക്ക് തിരിച്ചെടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ആ ഭൂമി എനിക്ക് വേണ്ട, നടരാജ പിള്ള പറഞ്ഞു. അത് നാടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം. 1962 MB ആയിരിക്കെ അദ്ദേഹം മരിച്ചു. അന്ന് 60,000 രൂപയുടെ കടക്കാരനായിരുന്നു അദ്ദേഹം. ആ ഭൂമി തങ്ങൾക്ക് തന്നെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് നടരാജ പിള്ളയുടെ ഭാര്യ പലതവണ സമീപിച്ചെങ്കിലും ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആരും അത് കേട്ടതേയില്ല. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ലക്ഷ്മി നായരുടെ അമ്മ കേരള കോൺഗ്രസ് ജയിൽ ചേർന്നതിനു പിന്നാലെ അന്നത്തെ റവന്യൂ മന്ത്രി PJ ജോസഫ് ആ ഭൂമി ലോ അക്കാദമിക്ക് പതിച്ചു നൽകി. 12 മക്കളായിരുന്നു നടരാജ പിള്ളയ്ക്ക്. നാരായണൻ നായരും കുടുംബവും രാജകീയമായി താമസിക്കുന്ന ലോ അക്കാദമിക് ക്യാമ്പസിന്റെ പരിസരങ്ങളിലായി 5ഉം 6ഉം സെന്റുകളിൽ കഷ്ടപ്പാടോടെ അവർ താമസിച്ചു പോരുന്നു. ഏതോ പിള്ളയല്ല ആ പിള്ളയെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ?